ലക്ഷ്യമിട്ടുള്ള പ്രഖ്യാപനങ്ങളുമായി സംസ്ഥാന സർക്കാർ. PSC പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി വർദ്ധിപ്പിച്ചതും JB കമ്മീഷൻ റിപ്പോർട്ട് തത്വത്തിൽ അംഗീകരിച്ചതും സർക്കാരിന്റെ തെരഞ്ഞെടുപ്പ് നീക്കത്തിൽ പ്രധാനപ്പെട്ടതാണ്. കൂടുതൽ വിവരങ്ങളുമായി കൈലാസ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് കൈലാസ്. ഈ PSCയിൽ മാറ്റം വരുത്തിയത് നമ്മുടെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് തന്നെയാണോ? എന്തൊക്കെയാണ് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ? ഗുഡ് മോർണിംഗ് ആഷ്മി. തീർച്ചയായും PSC പരീക്ഷകൾക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി 36-ൽ നിന്നും 40 വയസ്സായി ഉയർത്തി. മറ്റ് സംവരണ വിഭാഗങ്ങൾക്കും ഇതിന് ആനുപാതികമായ ഇളവ് ലഭിക്കും. യുവാക്കളെയും മധ്യവയസ്കരെയും ഒരേപോലെ സ്വാധീനിക്കുക വഴി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ഉറപ്പിക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം. മുഖ്യമന്ത്രി ആവിഷ്കരിച്ച 50 ദിവസത്തെ കർമ്മ പദ്ധതിയുടെ ഭാഗമായാണ് ഈ പ്രഖ്യാപനമുണ്ടായത്. മറ്റ് സംസ്ഥാനങ്ങളിൽ നേരത്തെ തന്നെ പ്രായപരിധി 40-ന് മുകളിലാക്കിയിട്ടുണ്ട്. ഈ തീരുമാനം സ്വാഗതം ചെയ്ത് DYFIയും രംഗത്തെത്തി. സർക്കാർ ഉദ്യോഗാർത്ഥികൾക്കൊപ്പമാണെന്ന സന്ദേശമാണ് ഇവർ നൽകുന്നത്. പ്രായപരിധി ഉയർത്തിയെന്നതിനെ പൂർണ്ണമായി തള്ളാൻ യുവജന സംഘടനകൾക്ക് കഴിയുന്നില്ല. പകരം ഇത് വിരമിക്കൽ പ്രായം വർദ്ധിപ്പിക്കാനുള്ള നീക്കമാണെന്ന പ്രതിരോധമാണ് അവർ ഉയർത്തുന്നത്. ഇതിനൊപ്പം ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്കുമായി JB കോശി കമ്മീഷൻ റിപ്പോർട്ടിലെ ശുപാർശകൾ നടപ്പിലാക്കാനുള്ള തീരുമാനവും രാഷ്ട്രീയമായി വലിയ ചലനമുണ്ടാകും. പ്രായപരിധി മാറ്റാതെ ശക്തമായി എതിർക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ്. എന്തായാലും സംസ്ഥാന സർക്കാരിന്റെ ഈ തീരുമാനം പ്രായം കഴിഞ്ഞു പോയി എന്ന് വിഷമിച്ചിരുന്ന PSC ഉദ്യോഗാർത്ഥികൾക്ക് ഒരു സന്തോഷ വാർത്ത തന്നെയാണ്. സൈനിങ് ഓഫ്, ആഷ്മി അജ്മൽ, അശ്വമേധം ന്യൂസ്.